ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചിത്രത്തിന് അണിയറ പ്രവർത്തകരായ കോസ്മോസ് എന്റർടൈൻമെന്റ്സ് നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. വെള്ളിയാഴ്ച നടന്ന വിശദവാദത്തിൽ റിവൈസിംഗ് കമ്മിറ്റി സിനിമ കണ്ടുവെന്നും ജാനകി എന്ന മതപരമായ പേര് മാറ്റണമെന്നുമാണ് നിർദ്ദേശിക്കുന്നതെന്നും സെൻസർ ബോർഡ് കോടതിയെ അറിയിച്ചു. കൂടാതെ 16 വയസ്സിന് മുകളിലുള്ളവർക്ക് കാണാനുള്ള അനുമതി മാത്രമേ നൽകാൻ കഴിയൂ എന്നും സെൻസർ ബോർഡ് വ്യക്തമാക്കിയിരുന്നു. സിനിമ കണ്ട ശേഷമുള്ള റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനമടങ്ങിയ ഉത്തരവിന്റെ പകർപ്പ് ഇന്ന് കോടതിയിൽ ഹാജരാക്കണം. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, കോടതിയിൽ ഈ വിഷയം വരുമ്പോൾ വിവരങ്ങൾ എന്താണ്? ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ നിർമ്മാണ കമ്പനിയായിട്ടുള്ള കോസ്മോസ് എന്റർടൈൻമെന്റ്സ് ആണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ഈ ഹർജിയിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വാദം കേട്ട സമയത്ത് ചില നിർണായകമായിട്ടുള്ള പരാമർശങ്ങൾ സിംഗിൾ ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതായത് ജാനകി എന്നുള്ള പേരിന് എന്താണ് കുഴപ്പം, സിനിമയ്ക്ക് ആ പേരിടുന്നതിൽ എന്താണ് വിഷയം എന്നതടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ ഉത്തരവിന്റെ പകർപ്പ് അത് ഹാജരാക്കാനായിട്ടാണ് നിലവിൽ ഹൈക്കോടതി ഈ പറയുന്ന സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അതിന്റെ ഉത്തരവിന്റെ പകർപ്പ് ഇന്ന് സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ ഹാജരാക്കും. ഇതനുസരിച്ച് തുടർ നടപടികളും തുടർ തീരുമാനങ്ങളും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. പ്രധാനമായിട്ടും ഹൈക്കോടതിയിലെ സെൻസർ ബോർഡ് കഴിഞ്ഞ ദിവസം വാദം നടന്ന വേളയിൽ അറിയിച്ചത് മതപരമായിട്ടുള്ള പേരിട്ടതുകൊണ്ടും മറ്റ് ചില കാരണങ്ങൾ, അതായത് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതുകൊണ്ടും തന്നെയാണ് ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് പ്രദർശനാനുമതി നൽകുന്നതിൽ വൈകുന്ന അല്ലെങ്കിൽ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് വൈകിയത് എന്നുള്ളതാണ് പ്രധാന കാരണമായിട്ട് പറഞ്ഞത്. പേര് മാറ്റാൻ ആവശ്യപ്പെട്ടതും ഈ കാരണം കൊണ്ടാണ്. അതുമാത്രവുമല്ല, 16 വയസ്സിൽ മുകളിൽ അല്ലെങ്കിൽ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ സിനിമ കാണുന്നതിൽ വിലക്കുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് ഈ സിനിമ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പ്രദർശനാനുമതി മാത്രമേ ഈ ഒരു ചിത്രത്തിന് കൊടുക്കാൻ സാധിക്കൂ എന്നുള്ളൊരു നിലപാടാണ് കഴിഞ്ഞ ദിവസം സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. പക്ഷേ ഈ റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനം അത് എപ്രകാരമാണ്, നടപടിക്രമങ്ങൾ പാലിച്ചാണോ റിവൈസിംഗ് കമ്മിറ്റി വീണ്ടും തീരുമാനം പുനഃപരിശോധിച്ചുകൊണ്ടുള്ള നടപടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇറക്കിയത് എന്നതാണ് ഹൈക്കോടതി ഇന്ന് പരിശോധിക്കുക. എന്തായാലും ഈ ഉത്തരവിന്റെ പകർപ്പ് സെൻസർ ബോർഡ് ഹാജരാക്കുന്ന മുറയ്ക്ക് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ബെഞ്ച് ഇത് പരിശോധിച്ചുകൊണ്ട് തുടർ നടപടിയിലേക്കും ഒരുപക്ഷെ ഇടക്കാല ഉത്തരവിലേക്കും കടക്കുകയും ചെയ്യും. കോടതിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്ന് പറയുന്നത് ആ സിനിമയ്ക്ക് ജാനകി എന്നുള്ള പേര് വെച്ചതിൽ എന്താണ് കുഴപ്പമെന്നുള്ളതും ഇതിനു മുൻപും പല സിനിമകൾക്കും ജാനകി, സീത അങ്ങനെയുള്ള പേരുകൾ വെച്ചിട്ടുണ്ട്. മതപരമായിട്ടുള്ള രീതിയിൽ അതിനെ കാണേണ്ടതില്ല എന്നുള്ളതാണ് നിലപാട്. പക്ഷേ ഈ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഹൈക്കോടതി പരിശോധിക്കുക. അതിനനുസൃതമായിട്ടായിരിക്കും തീരുമാനവും ഉണ്ടാവുക. വീണ. ഓക്കെ, ശരി രേഷ്മ.